ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാമിൻ്റെ 7 മാരക പാപങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന 2 കായിക താരങ്ങളുണ്ടായിരുന്നു. ഒരു ഞെട്ടിൽ വിരിഞ്ഞ 2 പൂമുട്ടുകൾ പോലെയായിരുന്നു അവർ. ആത്മാർത്ഥ സുഹൃത്തുക്കൾ. കായിക രംഗത്ത് ഇരുവരും ഒരുപോലെ കഴിവുകൾ പ്രകടിപ്പിച്ചു. കാലം മുന്നോട്ട് പോയപ്പോൾ അവരിൽ ഒരാൾ കായിക രംഗത്ത് കൂടുതൽ പ്രശസ്തി നേടി. അവന്റെ കീർത്തി ഗ്രാമത്തിന്റെ അതിരുകൾ കടന്ന് ദൂരദേശങ്ങളിലുമെത്തി. തങ്ങളുടെ ഗ്രാമത്തിന് ലോക പ്രശസ്തി നേടിക്കൊടുത്ത ആ യുവാവിനെ ആദരിക്കുവാൻ ഗ്രാമീണർ തീരുമാനിച്ചു. അവർ അവന്റെ മനോഹരമായ ഒരു വെണ്ണക്കൽ പ്രതിമ നിർമ്മിച്ച് ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചു. എന്നാൽ ഈ ആദരവ് മറ്റേ കായികതാരത്തിന്റെ മനസ്സിൽ അസൂയയുടെ വിഷവിത്തുകൾ പാകി. സുഹൃത്തിന്റെ വിജയത്തിന്റെ പ്രതീകമായ ആ പ്രതിമ അവന്റെ ഉറക്കവും സമാധാനവും കെടുത്തി. അത് അവിടെ തല ഉയർത്തി നിൽക്കുന്നിടത്തോളം കാലം തനിക്ക് സ്വസ്ഥതയുണ്ടാകില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. എങ്ങനെയെങ്കിലും ആ പ്രതിമ തകർക്കണമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ആരും തന്നെ സംശയിക്കാനും പാടില്ല. അതിനായി അവനൊരു കുതന്ത്രം മെനഞ്ഞു. ഓരോ രാത്രിയിലും ആരും കാണാതെ ഒരു ചുറ്റിക ഉപയോഗിച്ച് പ്രതിമയുടെ അടിത്തറ കുറേശ്ശെയായി തകർക്കുക. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അടിത്തറ ദുർബലമായി തീർന്ന പ്രതിമ താനെ വീണുകൊള്ളും. അന്ന് രാത്രി തന്നെ അവൻ തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. ആളൊഴിഞ്ഞപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരു ചുറ്റികയുമായി അവൻ പ്രതിമയെ സമീപിച്ചു. പല രാത്രികൾ ഈ പ്രവൃത്തി തുടർന്നു. പതിയെ അവൻ തന്റെ ലക്ഷ്യത്തോടടുത്തു. ഇനി ഒരൊറ്റ രാത്രി കൂടി. നിർണായകമായ ആ രാത്രിയിലും ഇരുട്ട് കനത്തപ്പോൾ അവൻ തന്റെ ചുറ്റികയുമായി പ്രതിമയെ ലക്ഷ്യമാക്കി നീങ്ങി. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ ഉണർന്നത് ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഗ്രാമ കവാടത്തിലെ ആ പടുകൂറ്റൻ പ്രതിമ അടിത്തറ ഇളകി നിലംപതിച്ചിരിക്കുന്നു. എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച അതിലും ഭയാനകമായിരുന്നു. തകർന്നു വീണ പ്രതിമയുടെ അടിയിൽപ്പെട്ട് ഒരു യുവാവ് മരിച്ചു കിടക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഓരോ രാത്രിയും രഹസ്യമായ പ്രതിമയുടെ അടിത്തറ തകർത്തുകൊണ്ടിരുന്ന അസൂയാലുവായ ആ സുഹൃത്തായിരുന്നു. അവന്റെ കയ്യിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്ന ചുറ്റിക എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ നിശബ്ദ സാക്ഷിയായി മാറി. മറ്റൊരാളുടെ ജീവിതത്തിൽ അസൂയപ്പെട്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ കുഴിച്ച കുഴിയിൽ സ്വയം വീണുപോയി. അസൂയ എന്നത് നമ്മയൊക്കെ നിശബ്ദമായി കാർന്നു തിന്നുന്ന മാരകമായ പാപങ്ങളിലൊന്നാണ്. നാം പോലും അറിയാതെ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നത്. അസൂയ അസ്ഥികൾ ക്ഷയിപ്പിക്കുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 14:30 പറയുന്നു. മറ്റുള്ളവരുടെ മഹത്വം നശിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അസൂയ അവസാനം നശിപ്പിക്കുന്ന നമ്മെ തന്നെയായിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിജയം കണ്ട് സന്തോഷിക്കാനായാൽ ഈ മാരകപാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അസൂയയെ മാറ്റി മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.